നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലെ കഴിക്കാൻ ഉണ്ടാക്കുന്നത് പാലപ്പമാണ്. അപ്പോൾ ഞാൻ ഇന്നലെ തലേ ദിവസം ഞാൻ പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെയാണ് അരച്ചെടുത്തിട്ട് അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ അപ്പം ചുട്ടെടുക്കുമ്പോൾ കുക്കറിൽ ഞാൻ ഗ്രീൻ പീസും വെച്ചിട്ടുണ്ടായിരുന്നേ കറി ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഉടനെ നമുക്ക് മീനും ഉടനെ രാവിലെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് കറിയാക്കണം. അപ്പോൾ മുട്ടയുള്ള മത്തിയാണ്, ഇപ്പോൾ വരുന്ന മത്തിക്കൊക്കെ നല്ല മുട്ടയുള്ളതാണ്. അപ്പോൾ ഈ മുട്ട ഞാൻ എടുത്ത് വെച്ചെന്ന് മക്കൾക്ക് ഇത് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനത് അതിന് വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ ദേ മത്തി നമ്മൾ ക്ലീൻ ചെയ്ത് തേങ്ങ അരപ്പൊക്കെ റെഡിയാക്കി എടുത്തിട്ട് കറിയാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ മാങ്ങ ഇട്ടിട്ട് ആണ് കറി വെച്ചത്. അപ്പോൾ കാന്താരി മുളകും ഒക്കെ പൊട്ടിച്ചിട്ടിട്ടാണ് കറി ഉണ്ടാക്കിയത്. പിന്നെ നമ്മുടെ വള്ളിപ്പയറും കൂടെ ഒന്ന് മെഴുക്ക് പുരട്ടി എടുക്കാനായിട്ട് അടുപ്പത്ത് വെച്ചതാണ്. അപ്പം ഞാൻ മുളക് പൊടിയിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. മുളക് ഇടിച്ചിട്ടിട്ട് നമ്മൾ ഈ ഉണക്കമുളക് ഇടിച്ചിട്ടിട്ട് മെഴുക്ക് പുരട്ടുന്നത് നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇവിടെ മോനത് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാനത് അങ്ങനെ ചെയ്തില്ല. ഞാൻ മുളക് പൊടി ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെച്ചത്. അപ്പോൾ അതൊന്ന് റെഡിയായി വരട്ടെ. പിന്നെ ഞാൻ മത്തിയുടെ മുട്ട ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ ആദ്യം അതിൻ്റെ കഴുകി എടുത്തു കഴിഞ്ഞുള്ള ജലാംശം ഒന്ന് മാറിയതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് അത് എണ്ണയിൽ കിടന്നൊന്ന് വേകണം. വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്തെടുക്കാം. അപ്പോൾ അത് ഒന്നും റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി മസാലപ്പൊടിയിൽ കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വേകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ചിരണ്ടിയത് ചേർക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ലാസ്റ്റാണ് ഞാൻ തേങ്ങ അതിലേക്ക് ചേർത്തത്. അപ്പോൾ അടുക്കളയിലെ പണികളൊക്കെ ചെയ്യുന്നതിൻ്റെ നമുക്ക് ജപ്പാൻ കണക്ഷൻ, അതായത് ജപ്പാൻ കുടിവെള്ളം നമുക്ക് പൈപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ബാത്റൂമിലേക്കും ഒക്കെയാണ് നമ്മൾ സാധാരണ എല്ലാ ദിവസവും നമ്മൾ അങ്ങനെ തന്നെ വിടുന്നത്. അപ്പം കുടിവെള്ളത്തിന് ടാങ്കിലേക്ക് വിടണമെങ്കിൽ നമ്മൾ പാത്രത്തിലെടുത്ത് ഇങ്ങനെ പിടിച്ച് നോക്കുവേ. നല്ല തെളിഞ്ഞ വെള്ളമാണെങ്കിൽ മാത്രമേ നമ്മൾ ആ കുടിവെള്ളത്തിന്റെ ടാങ്കിലേക്ക് വിടാറുള്ളൂ. അപ്പോൾ നോക്കിയപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമാണ്. അപ്പോൾ പിന്നെ ചേട്ടായി പോയിട്ട് ടാങ്കിലേക്ക് വിടാൻ വേണ്ടിയിട്ട് കണക്ഷൻ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. കണക്ഷൻ ഓണാക്കി കൊടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ആ ടാങ്കിലേക്ക് കയറുള്ളൂ. അപ്പോൾ അത് ചെയ്തിട്ട് പിന്നെ ഞാൻ നേരെ പിന്നെ അടുക്കളയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ബാക്കി പണികളൊക്കെ കൂടെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് അരി ഉഴുന്നും പിറ്റേ ദിവസം ഇഡലിക്ക് നമ്മൾ നേരത്തെ തന്നെ ഇടണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ കുറച്ച് അരി ഉഴുന്നും ഒക്കെ ഒന്ന് കഴുകിയൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ ചെയ്ത് വെച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ മറന്നു പോകും. പിന്നെ ചെയ്യാമെന്നൊക്കെ, ഇപ്പോൾ ചോറ് കഴിച്ചിട്ടൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നാലും ചിലപ്പോഴൊക്കെ ഞാനിത് മറന്നു പോണ ഒരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ അത് ചെയ്തേക്കാന്ന് വെച്ചിട്ട് അതൊക്കെ ഒന്ന് കഴുകി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തുണികളൊക്കെ രാവിലെ തന്നെ ഞാൻ കഴുകി വിരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ടെറസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് കഴുകി വെച്ച കുറച്ച് തുണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതും ഒക്കെ ഒന്ന് ഉണക്കിയെടുക്കണം. ഇന്നിപ്പോൾ എന്ന് വെച്ചാൽ നല്ല കാലാവസ്ഥയാണ്, നല്ല വെയിലായിരുന്നു, പൊട്ടിപ്പോണ വെയിൽ എന്ന് പറയാം. അപ്പം അത്രയ്ക്ക് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ തുണികളൊക്കെ ഒന്ന് പെറുക്കിയെടുക്കട്ടെ. അപ്പോൾ കുഞ്ഞിൻ്റെ വെള്ള തുണികളും ഒക്കെ ഒന്ന് കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ടെറസിലാകുമ്പോൾ നല്ല വെയിൽ കിട്ടുമെങ്കിലും മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നല്ല കാറ്റുള്ളത് കൊണ്ട് തുണികൾ എപ്പോഴും നമ്മൾ ക്ലിപ്പ് കുത്തിയിടാൻ പറ്റുള്ളൂ. ഈ കുഞ്ഞു തുണികളൊക്കെ എന്ന് വെച്ചാൽ പെട്ടെന്ന് പറന്നു പോകും. പിന്നെ തുണികളെല്ലാം കഴുകി ഇട്ട് കഴിഞ്ഞിട്ട് മഴക്കാറൊക്കെ കാണത്തില്ല, മഴക്കാറ് കണ്ട് തുണികളൊക്കെ എടുക്കാൻ വേണ്ടി വേഗം ഓടി വരുമ്പോൾ ഈ ക്ലിപ്പ് കുത്തിയിട്ടിരിക്കുന്ന തുണികൾ എടുക്കാൻ ഭയങ്കര പാടാണ്. അത് എടുത്ത് മാറ്റി തുണികളൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ തന്നെ മഴ താഴെ വീഴും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് വെറുതെ ഇങ്ങനെ വിരിച്ചിട്ടിരുന്നാണ് വേഗം എടുത്തുകൊണ്ട് പോരാം. പക്ഷെ അന്നേരം ക്ലിപ്പൊക്കെ പെറുക്കി മാറ്റാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പം എല്ലാം കുഴപ്പം തന്നെയാണ്. പിന്നെ ചെറിയ തുണികൾ മാത്രം, ഇതുപോലെ കുഞ്ഞിൻ്റെ തുണികൾ മാത്രം ക്ലിപ്പ് കുത്തിയൊക്കെ ഇടുന്നതായിരിക്കും നല്ലത്. മറ്റേ വലിയ തുണികൾ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങൾ ഊണ് കഴിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറയാൻ വിട്ടുപോയേ. ഊണ് കഴിച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ രണ്ടാമത് കഴുകിക്കൊണ്ടുവന്ന് തുണികളൊക്കെ ഒന്ന് വിരിച്ചിട്ടത്.
പിന്നെ ഞാൻ മുറിയിലേക്ക് ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ മോളൂട്ടി ഇവിടെ താഴെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മോള് പഠിച്ചിട്ട് ബുക്ക് അവിടെ വെച്ചിട്ട് അതിട്ട് നോക്കി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോ ഹനിക്കുട്ടി ആ തുണികളൊക്കെ ഒന്ന് മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറെ സമയം ഒരു അരമണിക്കൂറോളം ഇവിടെ ഇങ്ങനെ താഴെ കിടന്ന് കളിച്ച് പിന്നെ ആളിന് നല്ല വഴക്കായി. പിന്നെ ഒരു ഉറക്കത്തിനുള്ള ഒരു ആരംഭമൊക്കെ ആയിരുന്നു. പിന്നെ കിടക്കയിൽ നിന്ന് മനസ്സിലായിട്ട് ഞാൻ പിന്നെ തോളെ കിടത്തി ഉറക്കാനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തുണി മടക്കുന്നത് വരെ ഒന്ന് ഉറക്കി നോക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ നമ്മള് തോളെ കിടത്തി ഉറക്കിയാലൊക്കെ ഉറങ്ങിക്കോളും. ചില സമയത്തൊക്കെ വിശന്നിരിക്കണമെങ്കിൽ പറ്റത്തില്ല. അല്ലാത്ത സമയത്തൊക്കെയാണെങ്കിൽ നമ്മളിങ്ങനെ കൊണ്ടു നടക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഉറങ്ങും. പിന്നെ പാട്ട് വെച്ച് കൊടുത്ത് പാട്ട് കേട്ടൊക്കെ ഉറങ്ങും. പാട്ട് വലിയ ഇഷ്ടമാണ്. അങ്ങനെ പാട്ട് കേട്ടൊക്കെ ഉറങ്ങാറുണ്ട്. പിന്നെ ചില സമയത്താണ് ഇപ്പൊ ചെറിയൊരു ജലദോഷവും തുമ്മലും ഒക്കെ ഉള്ള കാരണം ആളിന് ഇച്ചിരി വഴക്ക് കൂടുതലാണ്. അപ്പൊ ഞങ്ങൾ ഇന്നലെയും ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മരുന്നൊക്കെ കൊടുത്ത് കാരണം ഇന്ന് തല കുളിപ്പിച്ചൊന്നുമില്ല, മേല് മാത്രമേ കഴിയുള്ളൂ. അപ്പൊ ഇനി ഞങ്ങൾക്ക് വൈകുന്നേരം ഒന്ന് എനിക്കൊന്ന് ഡോക്ടറെ കാണാൻ പോകണം ചേർത്തലയിൽ. അപ്പോൾ ഡോക്ടർ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ കൈവേദനയ്ക്ക്. അപ്പോൾ മരുന്ന് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി ഡോക്ടറെ കാണണം. ഇപ്പൊ ചേട്ടായിയും ഞാനും കൂടെ മോന്റെ കൂടെയാണ് പോണത്. അപ്പൊ ഇനി കാപ്പി ഇട്ട് കുടിച്ചിട്ട് വേണം പോകാനായിട്ട്. പിന്നെ അട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കാപ്പിയുടെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. വൈകുന്നേരം എല്ലാവർക്കും കാപ്പിയുടെ കൂടെ എന്തെങ്കിലും വേണം കഴിക്കാനായിട്ട്. അപ്പോൾ ബേക്കറിയിൽ എന്തെങ്കിലും പലഹാരം എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ടെങ്കിൽ അല്ലെങ്കിൽ പഴം ഇരിക്കുകയാണെങ്കിൽ ഞാൻ പൊരിച്ചെടുക്കും, പഴംപൊരി ഉണ്ടാക്കും. ഇതിപ്പോൾ പഴം വാങ്ങിച്ചൊന്നും ഇരിപ്പില്ലായിരുന്നു. അപ്പം ഞാൻ മൈദയാണ് ഇരുന്നത്. അപ്പം മൈദ വെച്ചിട്ട് ഞാൻ അട ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഡോക്ടറെ കാണാൻ വേണ്ടി. അപ്പം 5 മണിക്കാണ് ഡോക്ടർ ചെല്ലാൻ പറഞ്ഞത്. അപ്പോൾ ഇതേ കഴിക്കാനൊക്കെ ഞാൻ പിന്നെ മോന് കഴിക്കാൻ വേണ്ടി കാപ്പിയും അടയും കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ ചേർത്തലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. വൈകുന്നേരം സമയമല്ലേ, ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട് ഈ സമയത്തെന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് ഡോക്ടറെ കണ്ട്. പക്ഷെ തിരിച്ചു പോരുന്ന വഴി നല്ല മഴയായിരുന്നു. നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴ. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആയി തിരിച്ചു വന്നപ്പോഴേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇത് കണ്ട് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ആദ്യമായിട്ട് വരുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്നാൽ മാത്രമേ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് ഉടനെ കാണാം. ബൈ.